സർ, ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് ഇറാൻ കടക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അതായത് എണ്ണയുടെ ജീവൻ നാഡി എന്ന് പറയുന്ന ഹോർമൂസ് കടലിടുക്കും ഇന്ത്യയുടെ ഏറ്റവും ശക്തമായ ചാബഹാർ തുറമുഖവും ഇന്ത്യ ഏകദേശം 4000 കോടിയുടെ നിക്ഷേപമാണ് ചാബഹാറിൽ നടത്തിയിട്ടുള്ളത്. ചാബഹാർ തുറമുഖവും ഇറാൻ അടയ്ക്കും എന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഇന്ത്യക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഇസ്രായേലും അമേരിക്കയും കൂടി ഇന്ത്യയിലെ ജനങ്ങൾക്കും കൂടി പ്രതിസന്ധി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണോ നീങ്ങുന്നത്? ഇറാനിൽ തീമഴ അപ്പോഴും തുപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. ഇത് തീ പടരുകയാണ്, ലോകം മുഴുവൻ തീ പടരുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ദീർഘദർശനമില്ലാത്ത, ക്രാന്തദർശിത്വമില്ലാത്ത ഒരു മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന ഇമാതിരിയുള്ള വങ്കത്വങ്ങൾക്ക് വലിയ വിലയാണ് ലോകം കൊടുക്കേണ്ടി വരുന്നത്. ലോകത്തിൻ്റെ കാലനാണ് ട്രംപ്. ഞാൻ ആവർത്തിക്കുന്നു, ലോകത്തിൻ്റെ കാലനാണ് ഈ രണ്ടാം ട്രംപ്. വീണ്ടും പറയാം, അമേരിക്കയുടെ വിഷയമൊന്നും എനിക്ക് ആവശ്യമില്ല, എനിക്ക് അവിടെ സന്ദർശനം നടത്തേണ്ട ആവശ്യമില്ല. പക്ഷേ സത്യം വിളിച്ചു പറയാതിരിക്കാൻ പറ്റില്ല. അയാൾ കാണിച്ചു കൂട്ടുന്നത് എന്തൊക്കെയാണ്? ഇയാൾക്ക് ആരാ ഇതിന് അധികാരം നൽകിയത്, മാൻഡേറ്റ് നൽകിയത്? ആരാണ് ഇയാളെ ഇത് ചുമതലപ്പെടുത്തിയത്? ഇയാളെ തീർക്കാതെ ലോകം മുന്നോട്ട് പോവുകയില്ല സമാധാനമായിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ചാബഹാറിൻ്റെ കാര്യം പറഞ്ഞു. ഇന്ത്യ എത്ര കോടി രൂപയാ മുടക്കി? 4000 കോടി രൂപ നിക്ഷേപിച്ചിട്ടുള്ള ഒരു തുറമുഖമാണ് ചാബഹാർ. മാത്രമല്ല, ഇന്ത്യ, ഇറാൻ, റഷ്യ, യൂറോപ്പ് വരെ ചരക്ക് കൊണ്ടുപോകുന്നത് ഈ തുറമുഖം വഴിയാണ്. ഇറാനിൽ നിന്ന് ഇന്ത്യ എണ്ണയും മറ്റ് വസ്തുക്കളും വാങ്ങുന്നുണ്ട്. ഇത് ഏറ്റവും പ്രയോജനം ചെയ്യുന്നത് ചാബഹാർ തുറമുഖം ഇറാൻ അടച്ചാൽ ശക്തി പ്രാപിക്കുന്ന 2 രാജ്യങ്ങളാണ് ചൈനയും പാകിസ്ഥാനും. ചൈന ഇത് മുന്നിൽ കണ്ടുകൊണ്ട് ഗോദ്വാർ തുറമുഖം നേരത്തെ വികസിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചൈനയ്ക്ക് ഇത് പൂട്ടിയാലും തുറന്നാലും ചൈനയെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. പക്ഷേ പാകിസ്ഥാനും ചൈനയും അതോടുകൂടി കൂടുതൽ ശക്തി പ്രാപിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയുടെ ആ മേഖലയിലെ സ്വാധീനം കുറയും എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഏഷ്യൻ രാജ്യങ്ങളിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കുമൊക്കെ ചരക്ക് കൊണ്ടുപോകുന്നതിന് ഇന്ത്യക്ക് ഏറ്റവും പ്രയോജനകരമായ ഒരു തുറമുഖം കൂടിയാണ്. പാകിസ്ഥാനെ ഒഴിവാക്കിക്കൊണ്ട് ബദൽ പാതയാണ് ഈ ചാബഹാർ. അത് അടച്ചു കഴിഞ്ഞാൽ അത് വലിയ തരത്തിൽ നമ്മളെ ബാധിക്കും എന്നുള്ളതാണ്. ഈ ഹോർമൂസും അങ്ങനെ തന്നെയാണ്. ഹോർമൂസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, ഹോർമൂസ് എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ എണ്ണ നീക്കത്തിന്റെ 28% ഹോർമൂസ് കടലിടുക്ക് വഴിയാണ്. അപ്പൊ അതിപ്പോ ഒരു കപ്പലും അങ്ങോട്ട് പോകുന്നില്ല. ഇപ്പൊ ബൂം ചെയ്യാൻ പോവാണ് ഓയിലിന്റെ വില, വമ്പിച്ച തോതിൽ വർദ്ധിപ്പിക്കാൻ പോവുകയാണ് വീപ്പയ്ക്കുള്ള വില. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഇന്ത്യൻ ഓയിലിൻ്റെ, ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന എണ്ണയുടെ 50% ചരക്കു നീക്കം നടത്തുന്നത് ഈ തുറമുഖം വഴിയാണ്. അത് മാത്രമല്ല, ഈ ഹോർമൂസ് കടലിടുക്ക് അടച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ എണ്ണ വില കുത്തനെ കൂടും. പെട്രോളിന്റെ ഡീസലിന്റെ വില കൂടിയാൽ എല്ലാത്തിന്റെയും സാമ്പത്തിക പ്രതിസന്ധി നമുക്കുണ്ടാകും. കപ്പൽ ഗതാഗതം തടസ്സപ്പെടും. ഇന്ത്യക്ക് ഇതുവഴി ഏറ്റവും വലിയ നഷ്ടമുണ്ടാകുന്നത് ഇന്ത്യക്ക് കൂടിയാണ്. ഇന്ത്യക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അമേരിക്ക. ഒരു പക്ഷേ ഇന്ത്യ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി വളരുന്നത് തടയാൻ വേണ്ടിയിട്ട് ട്രംപ് ചെയ്ത പരിപാടിയാണോ ഇതെന്ന് പറയാം. അത്ര കുൽസിത ബുദ്ധിയായി വൃത്തികെട്ട ഒരു നേതാവാണ് അമേരിക്ക കണ്ടിട്ടുള്ളത്. ഏറ്റവും വൃത്തികെട്ടവനാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ട്രംപ് എന്ന് പറയുന്നവൻ. എല്ലാ തരത്തിലും വൃത്തികെട്ടവൻ, വ്യക്തി ജീവിതത്തിലായാലും ശരി, രാഷ്ട്രീയ ജീവിതത്തിലായാലും ശരി. ക്യാപിറ്റോൾ ഹില്ല് പിടിച്ചെടുക്കാൻ തുടങ്ങിയവനല്ലേ. ജോ ബൈഡൻ എത്ര ഭേദമായിരുന്നു എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആരോടും ചോദിക്കാനില്ല. കണ്ടില്ലേ, സുപ്രീം കോടതി വരെ അദ്ദേഹത്തെ തള്ളി. പ്രസിഡൻഷ്യൽ ഓർഡേഴ്സ്. അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് സാർ. ഇപ്പോൾ ചാബഹാറും ഹോർമൂസ് കടലെടുക്കുമൊക്കെ ഇറാൻ പൂട്ടിക്കളഞ്ഞാൽ ഇന്ത്യക്കുണ്ടാവുന്ന നഷ്ടം, ഇന്ത്യ ഇപ്പോൾ നിലപാട് സ്വീകരിച്ചില്ല എന്ന് പലരും പറയുന്നുണ്ട്. സംയമനം പാലിക്കണമെന്ന് ഇന്ത്യ പറയുന്നുണ്ട്. ഇന്ത്യയുടെ നിലപാടുകൾ വ്യക്തമാണ്. കാരണം ഇന്ത്യക്ക് ഇറാനെയും ഇസ്രായേലിനെയും പിടക്കാൻ കഴിയില്ല. ഇന്ത്യയുടെ ഒരു നയതന്ത്ര ബന്ധം ഇറാനുമായിട്ടും ഉണ്ട്, ഇസ്രായേലുമായിട്ടും ഉണ്ട്. കാരണം ആയുധങ്ങൾ, നമ്മൾ അയൺ ഡോം വരെ ശക്തമായ ആയുധങ്ങൾ ഇന്ത്യ ഇസ്രായേലിൽ നിന്ന് വാങ്ങുന്നുണ്ട്. എണ്ണയും മറ്റു വസ്തുക്കളും നമുക്ക് തരുന്നത് ഇറാനാണ്. 2 രാജ്യങ്ങളും നമുക്ക് പ്രിയപ്പെട്ടവരാണ്. ആരെയും നമുക്ക് തള്ളിപ്പറയാൻ കഴിയില്ല. ഇവിടെ ശാശ്വതമായ ഒരു പരിഹാരമാണ് വേണ്ടത്. ഇസ്രായേലിന് എന്താ പറയുക, ജീവിക്കണം. ഇനിയെങ്കിലും സമാധാനത്തോടെ ജൂതപ്പടയ്ക്കും ജൂതന്മാർക്കും ജീവിക്കണം. കാരണം ഇറാനും ജീവിക്കണം. ഇറാനിലെ ഒരു ഷാ ഭരണകൂടത്തിന്റെ ഏകാധിപത്യം അവസാനിപ്പിക്കാൻ വന്ന ഒരാളാണ് ആയത്തുള്ള അൽ ഖമനേയി. ഖമനേയി വന്നതിന് ശേഷം ഇറാൻ എന്താണ്, ഷിയ വിഭാഗം, മുസ്ലിം ഷിയ വിഭാഗമാണ് ഈ ആയത്തുള്ള അൽ ഖമനേയി. ഖമനേയി വന്നതിന് ശേഷമാണ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള അകലം ഏറ്റവും കൂടുന്നത് എന്നുള്ളതാണ്. അതിനു മുൻപ് വരെ ഇസ്രായേലിനെ അംഗീകരിക്കുന്ന ഒരു രാജ്യമായിരുന്നു ഇറാൻ. അവരുടെ സഖ്യരാജ്യങ്ങളിൽ ഇസ്രായേലിനെ അംഗീകരിക്കുന്ന ഒരു വിശ്വസ്ത രാജ്യമായിരുന്നു ഇറാൻ. ഈ ഷാ ഭരണകൂടത്തെ അടിച്ചോടിച്ചതിന് ശേഷം, ആയത്തുള്ളയുടെ ഭരണം വന്നതിന് ശേഷമാണ്
ഇറാനും ഇസ്രായേലും തമ്മിൽ ഇത്രത്തോളം അകലം വന്നത് എന്നുള്ളതാണ്. നിരന്തരം ഇറാനിലേക്ക് ഹിസ്ബുള്ളയെയും ഹൂത്തികളെയും ഹമാസിനെയും ഒക്കെ വിട്ടുകൊണ്ട് ഇറാനാണ് അവർക്ക് ഫണ്ട് ചെയ്യുന്നത്. ഞങ്ങൾ ഇതിലൊന്നിലുമില്ല എന്ന് കൈകഴുകി മര്യാദയുള്ള ചമയാൻ ഇറാന് കഴിയില്ല. അത് ഇറാൻ വരുത്തി വച്ച ഒരു വിനാശം തന്നെയാണിത്. 2023 ഒക്ടോബർ 27 ഇത്തരത്തിലൊരു സംഭവം ഇസ്രായേൽ അരങ്ങേറിയില്ലായിരുന്നു എങ്കിൽ ഒരുപക്ഷെ സംഘർഷങ്ങൾ നടക്കുമായിരിക്കാം. ഇത്രയും വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തില്ലായിരുന്നു. ശരിയാണ്, വാസ്തവമാണ് പറഞ്ഞത്. ഹമാസോ, പക്ഷേ ഈ ഹമാസോ ഹെസ്ബുള്ളയോ ഹൂത്തികളോ നമുക്ക് ഇന്ത്യക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ ഭാഗത്ത് ഒരു ഭീതി വിതയ്ക്കുന്ന സംഘടനകളല്ല. നമുക്കൊരു കഴിയില്ല സാർ. പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായ സമയത്ത് ഈ ഭീകരന്മാരെ പഠിപ്പിക്കാനായി ഹിസ്ബുള്ളയുടെ നേതാക്കൾ പാകിസ്ഥാനിൽ എത്തിയിരുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതങ്ങനെയല്ല, ഇവന്മാർ എവിടെയാണെങ്കിലും നമുക്ക് ഭീഷണി തന്നെയാണ്. ലോകത്ത് എവിടെ തീവ്രവാദികൾ ഉണ്ടായാലും അവരെ പാകിസ്ഥാൻ വിളിക്കും. പാകിസ്ഥാൻ തീവ്രവാദികളെ വിളിക്കുന്ന എന്തിനാണ്? ഇന്ത്യ തകർക്കാനാണ്. അല്ലാതെ തന്നെ അവിടെ ഉണ്ട് ലഷ്കർ ഇ തോയ്ബ, ഈ പറയുന്ന അൽ ഖ്വയ്ദ, അതിൻ്റെ ശാഖകൾ എന്ന് പറയുന്ന ജമ്മു കാശ്മീർ ലിബറേഷൻ ആർമി എന്നൊക്കെ JKLF ഫ്രണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംഘടനകളുണ്ട്. അവരെ എല്ലാം പാകിസ്ഥാൻ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ബ്ലീഡ് ഇന്ത്യ എന്നുള്ളതാണ് അവരുടെ പോളിസി. ആ ഭീകര സംഘടനകളൊക്കെ നമുക്ക് ഭീഷണി. ഇവർ വന്നു എന്ന് പറഞ്ഞ ഹമാസ് അല്ലെങ്കിൽ ഹെസ്ബുള്ള വന്നു എന്ന് പറഞ്ഞത് അവിടെ വിഭജന ദിനത്തിൽ, പാകിസ്ഥാൻ്റെ സ്വാതന്ത്ര്യ ദിനത്തിൽ അവിടെ ഒരു ആഘോഷമുണ്ട്, പാക് ഓക്കുപൈഡ് കാശ്മീരിൻ്റെ സ്വാതന്ത്ര്യ ദിനം. ആ ആഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്. അത് നമ്മളെ ഭീകരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഭീകരാക്രമണത്തിന് ഒരു തുടക്കവും അവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. അവരവരുടെ പാട്ടിന് പോയി. നമ്മൾ ഹമാസിനെ നമ്മൾ ഇവിടെ തന്നെ വിളിച്ചില്ലേ? മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച ഇസ്രായേൽ വിരുദ്ധ സമ്മേളനത്തിന് ഇവിടെ തന്നെ വന്നില്ലേ? അത് ഭീകരപ്രവർത്തനം അല്ലായിരുന്നു. നമുക്ക് ഭീകരപ്രവർത്തനം ഉണ്ടാവും. ആശയം എന്താണ് സാറ്? സതീശന് പഠിക്കരുത്. സാറ് പറയുന്നത് സതീശൻ ജമാഅത്തെ കുളിപ്പിച്ച് മറ്റേ വാഷിംഗ് മെഷീനിലിട്ട് കുളിപ്പിച്ച് നല്ല പിള്ളയാക്കി എടുത്തിട്ട് വന്നിട്ട് ജമാഅത്തെ മതരാഷ്ട്രം വാദം പറയുന്ന ജമാഅത്തെ ഒരു പ്രശ്നവും ഇല്ല, ജമാഅത്തെ ഞാൻ കുളിപ്പിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്, നാളെ മുതൽ അവർ ഭരണഘടനാപരമായ തീരുമാനം എടുക്കും, അവരൊന്നും തീവ്രവാദികൾ ലോകത്ത് എവിടെ ചെന്നാലും തീവ്രവാദികളാണ് സാറേ. അതിനി പാകിസ്ഥാനിൽ വന്നിട്ട് അവന്മാർ മിണ്ടാതെ പോയെന്ന് പറഞ്ഞാലും അവന്മാരുടെ ശത്രുക്കൾ ഇത് തന്നെയാണ്. ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ അവന്മാർക്ക് ശത്രുക്കൾ തന്നെയാണ്. തീവ്രവാദത്തെ വളർത്തുന്ന പാകിസ്ഥാനെ അവന്മാര് ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിൽ ശത്രുക്കൾ തന്നെയാണ് ഇന്ത്യയും ഇസ്രായേലും അടക്കമുള്ള രാജ്യങ്ങൾ. അല്ല, വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് അമേരിക്ക പാകിസ്ഥാനിൽ ഇടപെടാത്തത്? കാരണം അവിടുത്തെ ഞാൻ എന്തെങ്കിലും പറയുമ്പോ അമേരിക്ക പാകിസ്ഥാനിൽ ഇടപെടാത്തതെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല സാറേ. അമേരിക്ക പാകിസ്ഥാനിൽ ഇടപെടണമെങ്കിൽ ഇടപെടട്ടെ, അത് അവര് തമ്മിലുള്ള ഇത്. നമ്മളിപ്പോ ചിന്തിക്കേണ്ടത് ഇസ്രായേൽ അനുഭവിക്കുന്ന അതേ കൊടും ഭീകരത തന്നെയാണ് നമ്മളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മുംബൈ ഭീകരാക്രമണമൊക്കെ നമ്മൾ കണ്ടതല്ലേ? അതെ, മുംബൈ ആരാ നടത്തിയത്? പാകിസ്ഥാൻ സ്പോൺസേഡ് അല്ലേ? അതുകൊണ്ടല്ലേ നമ്മൾ പാകിസ്ഥാൻ ഇറാൻ പങ്കില്ല. ഇറാനാണ് ഈ പാകിസ്ഥാൻ തീവ്രവാദത്തെ വളർത്തുന്നത് പോലെ തന്നെയാണ് ഇറാനും തീവ്രവാദത്തെ വളർത്തുന്നത്. അവർക്ക് ഫണ്ടിങ് ചെയ്യുന്നത് എന്തിനാണ്? അത് നിർത്തിയിട്ട് മര്യാദയ്ക്ക് ഒരു രാജ്യമായി അവർക്ക് ജീവിച്ചൂടെ എന്നുള്ളതാണ് ചോദ്യം. അമേരിക്കയുടെ താല്പര്യം നോക്കി പാകിസ്ഥാനെ ആക്രമിക്കാതിരിക്കുന്നു. അതുപോലെ ഇന്ത്യ ആ പൊട്ടന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അയാളൊരു നേതാവാണ്, ലോകത്തെ ഏറ്റവും വലിയ രാജ്യത്തിന്റെ നേതാവാണെന്നൊക്കെ പറഞ്ഞാലും അയാൾ ഒരു തലയ്ക്ക് സ്ഥിരമില്ലാത്ത ഒരു സ്ഥിരബുദ്ധിയില്ലാത്ത ഒരു മനുഷ്യൻ. എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഭീകരവാദം ലോകത്തു നിന്നില്ല. ഭീകരവാദം ലോകത്തിന്റെ ഏറ്റവും വലിയ ഭീഷണിയാണ്, ഒരു സംശയമില്ലാത്ത കാര്യം, 100%. പക്ഷേ ആ ഭീകരവാദത്തിന് സെലക്റ്റീവ് ആകരുത്. ഞങ്ങൾക്ക് ഇസ്രായേലിന് ആക്രമണം ഉണ്ടാവും, ഇന്ത്യക്ക് ആക്രമണം ഉണ്ടാകുന്ന ഭീകരവാദികളെ കൂടെ നിങ്ങൾ തീർക്കണം. അവിടെയാണ് എൻ്റെ വാദം. അല്ലാതെ ഒരു അപ്പൂപ്പനെ 86 വയസ്സ് കഴിഞ്ഞ ഒരു അപ്പൂപ്പനെ ഇല്ലാതായതുകൊണ്ട് തീവ്രവാദം വളരുകയുള്ളൂ. ആ വളർച്ചയ്ക്കാണ് അമേരിക്ക തുടക്കമിട്ടിരിക്കുന്നത്. ഇറാനിൽ ആക്രമണം നടത്തുക വഴി ഒരു ചതിയൻ യുദ്ധത്തിലൂടെ ചർച്ചയ്ക്ക് വിളിച്ചതിന് ശേഷം അവിടെ പോയി ആക്രമണം നടത്തി കൊല്ലുക എന്ന് പറയുന്ന ഒരു വീരകൃത്യമല്ല, ധീരകൃത്യമല്ല, ഭീരുത്വമാണ്, ഒരുതരം ഭീകരതയാണ്. യുദ്ധം തന്നെ ഭീകരതയാണ്. വോർ ഈസ് ടെറർ. അവിടെയാണ് എൻ്റെ വിയോജിപ്പ്. ഇപ്പം ആരാണ് അങ്കലാപ്പിലായിരിക്കുന്നത്, വേദനിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ആകാംക്ഷയോടുകൂടി, ഉത്കണ്ഠയോടുകൂടി, ഉദ്വേഗത്തോടുകൂടി അവരുടെ കണ്ണിൽ എണ്ണയൊഴിച്ചുകൊണ്ട് കാത്തിരിക്കുന്നത് മക്കൾക്കൊന്നും വരാതിരിക്കാൻ വേണ്ടി. കേരളത്തിലെ അച്ഛനും അമ്മമാരുമല്ലേ? അതുപോലെ തന്നെ വീടിന് പുറത്തിറങ്ങാൻ കഴിയാതെ, വിമാനത്തിൽ കയറാൻ കഴിയാതെ അവിടെ ശ്വാസം മുട്ടി ജീവിക്കുന്ന നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ പോസ്റ്റൽ ഇക്കണോമി വളർത്തുന്ന നമ്മുടെ രാജ്യത്തിന് ഏറ്റവും വലിയ ശ്രേഷ്ഠമായ സംഭാവനകൾ നൽകുന്ന, പിണറായി വിജയൻ പോകുമ്പോഴും ഏത് നേതാവ് പോകുമ്പോഴും ഫണ്ട് ചെയ്യുന്ന ആൾക്കാരല്ലേ? അവരുടെ വേദനകളല്ലേ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്? അതിന് കാരണക്കാരനായിട്ട് ഈ യുദ്ധത്തിന് തുടക്കം ആരാ തുടങ്ങി വെച്ചത്? ഇസ്രായേൽ പണ്ട് ചോദിച്ചതാണല്ലോ, ആരാ തുടങ്ങി വെച്ചത്? അവരെ അവസാനിപ്പിക്കണമെന്ന്. അമേരിക്ക തന്നെ ഇത് അവസാനിപ്പിക്കണം, സമാധാനം ഉണ്ടാക്കണം. സമാധാനം ഉണ്ടാക്കിയേ പറ്റൂ. ഐക്യരാഷ്ട്രസഭ പറയുന്നത് അമേരിക്ക അനുസരിക്കാൻ ബാധ്യസ്ഥമാണ്.
അതുക്കും മേലെ എന്നും പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യവുമില്ല. ഇതിപ്പോൾ ലോകത്ത് പുതിയൊരു ഭീകര സംഘടനകൾ ഉണ്ടായി മുളച്ചു വരാനുള്ള സാധ്യതയാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. നോക്കൂ, ഇറാനിയൻ ടെലിവിഷൻ്റെ അവതാരക കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇറാനിയൻ ജനതയ്ക്ക് ആ നേതാവിനോട് ഇയാളെ ആരാ കൊണ്ടുവന്നത്? അവിടുത്തെ ബാസാറികളെന്ന് പറയുന്ന വിഭാഗമാണ് ഇറാനിയൻ ആയത്തുള്ള ഖമേനെയിയെ കൊണ്ടുവന്നത്. മനസ്സിലായില്ലേ? ആ മതഭരണം കൊണ്ടുവന്ന അവരാണ്. അവിടെ വലിയൊരു സ്വാധീനമുള്ള വിഭാഗമാണ് ഈ ബാസാറികൾ എന്ന് പറയുന്നത്. അവരെ ഖമേനെയിയെ എതിർത്തിരുന്നു. പക്ഷേ ഇപ്പോൾ അവരെല്ലാം ഇപ്പോൾ അനുകൂലമായി, അവർക്കിപ്പോൾ സഹതാപ തരംഗമായി. ആ രാജ്യം മുഴുവൻ അവർ വിചാരിച്ച ഭരണമാറ്റം ഉണ്ടാവുമെന്ന ഇസ്രായേലും അമേരിക്കയും അവരുടെ കണക്കുകൂട്ടൽ പഴിച്ചിരിക്കുകയാണ്. ഇറാനിയൻ ജനത ഒറ്റക്കെട്ടായിട്ട് ഇനി ലോകം ഞങ്ങളെ ഒറ്റപ്പെടുത്തി. അവിടുത്തെ 80% ന്യൂജൻ ആളുകളും ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ന്യൂജൻ എന്നല്ല, അവിടുത്തെ 80% ആളുകളും ആഗ്രഹിക്കുന്നത് ഈ ഭരണം, ആയത്തുള്ള ഖമേനിയുടെ ഭരണം ഇല്ലാതാക്കണം. ഇവിടെ ഇപ്പൊ തെരുവിലിറങ്ങുന്നത് ഇറാനിൽ പ്രതിഷേധവുമായി ഇതിൽ മൊത്തം വരുന്നതാ. പിന്നെ അവിടെ മൊത്തവും പ്രതിഷേധവുമായി രംഗത്തിറങ്ങുന്നതും ബാനറുകൾ കൊണ്ട് രംഗത്തിറങ്ങുന്നതും ഒക്കെ ഈ തീവ്രവാദ ഗ്രൂപ്പിന്റെ സംഘടനകളാണ്. ഇവരെയൊക്കെ കുറച്ച് നാളുകൾക്ക് മുൻപ് നടന്ന ഒരു യുദ്ധത്തിൽ അല്ലെങ്കിൽ ആക്രമണത്തിൽ ഇസ്രായേൽ നിലംപരിശാക്കിയവരാണ്. പലരും പലയിടത്തും ഒളിച്ചും പാത്തും കഴിഞ്ഞിരുന്നവരാണ്. ഇപ്പൊ ഖമേനി കൊല്ലപ്പെട്ടപ്പോൾ ഇറാനിലേക്ക് ഓടിക്കയറി, അത്രേ ഉള്ളൂ. അങ്ങനല്ല, അവിടെ ഈ കലാപം തന്നെ ഇൻസ്റ്റിഗേറ്റ് ചെയ്തത് ഇസ്രായേലാണ്. അതിനൊക്കെ മിടുക്കന്മാരാണത്. അതാ പെട്ടെന്ന് അങ്ങ് കെട്ടടങ്ങിയത് എന്താ? അതാണ് ഇറാൻ അതിനെ തകർത്തു. ഇത് ഇൻസ്റ്റിഗേറ്റ് ചെയ്ത അവരെ ജനങ്ങളെ പറഞ്ഞത് ഞങ്ങളിവിടെ ഉണ്ട്, നിങ്ങൾ ചെയ്തു. ഇപ്പോഴും അതാ പറയുന്നത്, ഞങ്ങൾ ഇത്രയും ചെയ്തു, നിങ്ങൾ ഭരണം പിടിച്ചടക്കുക. എന്തായാലും പിടിച്ചടക്കാത്ത ഭരണം എവിടെ പോയി? റീസ പഹ്ലവിയൊക്കെ എവിടെ പോയി? അയാളുടെ മകനെ മുഹമ്മദ് കാണാം. നമുക്ക് യുദ്ധക്കളത്തിൽ വെച്ച് കാണാം.